പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വേടനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വിവാദങ്ങൾക്കിടയിലും റാപ്പർ വേടന്റെ ജനപ്രീതി നാൾക്ക് നാൾ കൂടി വരികയാണ്. വേടന്റെ പാട്ടുകളും വരികളും രാഷ്ട്രീയ വിവാദമായിരിക്കെ നിരവധി പ്രമുഖർ റാപ്പറിന് പിന്തുണയറിയിച്ചു. സംവിധായകൻ പ. രഞ്ജിത്ത് ഉൾപ്പെടെ വേടന് രാഷ്ട്രീയ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. വേടന് തമിഴ് ജനതയിൽ നിന്നും ലഭിക്കുന്ന സ്വീകാര്യതയാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. തമിഴ് ഫിലിം ജേർണലിസ്റ്റ് അന്തനൻ വേടനെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളും ഇതിനിടെ ശ്രദ്ധ നേടുന്നു. വേടനു വരുന്ന ആരാധക വൃന്ദം, അവരുടെ പ്രായം എന്നിവയെല്ലാം നോക്കുമ്പോൾ ഈ തലമുറയിൽ ഒരു വിശ്വാസം വരുന്നു. വേടന്റെ പാട്ടുകളും വരികളും പുതുതലമുറയ്ക്ക് ഇഷ്ടപ്പെടുന്നു. ഇതേ കേരളത്തിൽ അനിരുദ്ധിന്റെ മ്യൂസിക് ഇവന്റ് നടന്നിരുന്നു. അവിടെ ആയിരക്കണക്കിന് ആരാധകർ കൂടി. വീഡിയോ കണ്ട് എനിക്ക് വിഷമം തോന്നി. കാരണം മെലഡി ഗാനങ്ങളെ കൊന്നയാളാണ് അനിരുദ്ധ്. ഇന്നത്തെ തലമുറയ്ക്ക് അനിരുദ്ധിന്റെ പാട്ടുകൾ ഇഷ്ടമാകുമായിരിക്കും. എന്നാൽ അനിരുദ്ധ് മോശം പാട്ടുകാരനാണെന്നല്ല പറയുന്നത്. ഇന്നത്തെ തലമുറയുടെ പൾസ് പിടിച്ച് പാട്ട് ഉണ്ടാക്കുന്നു. എന്നാൽ വേടൻ ലഭിക്കുന്ന ആരാധക പിന്തുണ എടുത്ത് പറയേണ്ടതാണെന്ന് അന്തനൻ അഭിപ്രായപ്പെട്ടു. ഈ പ്രായത്തിൽ ഒരു പയ്യൻ ഇത്രയും ആശയങ്ങൾ പറയുന്നല്ലോ എന്ന് തോന്നി. ഭാരതിയാർ വീണ്ടും പിറന്നു വന്നതാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. ഒരു കാലത്ത് ഭാരതിയാർക്കുണ്ടായിരുന്ന സ്ഥാനത്തേക്ക് ഇന്ന് വേടൻ വരുന്നു. ഇപ്പോൾ തന്നെ വേടൻ വിവാദങ്ങളിലാണ്. എന്നാൽ അവിടെയുള്ള സർക്കാരിന് അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്. കേസുകളിൽ നിന്ന് പുറത്ത് വരുമെന്ന് കരുതുന്നു. നാളെ ഒരുപക്ഷെ ബിജെപിയുടെ സർക്കാർ അവിടെ വന്നാൽ വേടൻ ജയിലിടയ്ക്കപ്പെടുമായിരിക്കും. രാഷ്ട്രീയമുള്ള പാട്ടുകൾ പാടിയ കോവൻ എന്നൊരാൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിൽ കോവൻ ജീവനോടെയുണ്ടോ എന്ന് പോലും ആളുകൾ ചോദിക്കാൻ തുടങ്ങി. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ കോവൻ ഇപ്പോൾ സൈലന്റാണ്. ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.